വയനാട്ടിൽ അടച്ചിട്ട ഇക്കോ ടൂറിസം സെന്ററുകൾ തുറക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ്. തുറക്കുന്നെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാകണമെന്നും നിർദ്ദേശം. കുറുവ ദ്വീപിലെ താൽക്കാലിക വാച്ചർ പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വയനാട്ടിലെ അടച്ചിട്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണമെന്നാണ് കോടതി പറയുന്നത്. വിവരങ്ങൾ. രോഹിണി, വയനാട്ടിലെ കുറുവ ദ്വീപിന് സമീപം താൽക്കാലിക വാച്ചർ പോൾ 2 ആഴ്ച മുമ്പായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കുറുവ ദ്വീപിൽ സമീപം എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്നായിരുന്നു ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അടച്ചിട്ട ടൂറിസം സെന്ററുകൾ തുറക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരിക്കും ാണ് നിലവിൽ കോടതിയുടെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പല ടൂറിസം കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. നിലവിൽ കുറുവ ദ്വീപ്, സൂചിപ്പാറ, ചെമ്പ്ര പീക്ക് തുടങ്ങിയ വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളാണ് നിലവിൽ അടഞ്ഞുകിടക്കുന്നത്. തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കാരണം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പേരാണ് ഈ വയനാട്ടിൽ പ്രവർത്തിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട സംഘടനകളായിരുന്നു ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.